ഉണ്ടാകാനില്ല എന്നുണ്ടെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളുടെ പക്കൽ ചെല്ലുകയില്ല. അപ്പൊ വിതരണ രംഗം എന്ന് പറയുന്നത് വളരെ സുപ്രധാനമായ ഒരു രംഗമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ആ ട്രേഡ് ഡെവലപ്മെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇൻഡസ്ട്രി പോലെ തന്നെയാണ്, അതിനേക്കാൾ പ്രധാനമാണ്. ഇപ്പൊ ചൈന ട്രേഡിന്റെ കാര്യത്തിലാണ് ചൈനയൊക്കെ മികവ് പ്രകടിപ്പിച്ചത്. ഏറ്റവും പ്രധാനമായിട്ട് ആ രംഗത്താണ്. അപ്പൊ നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കേരളത്തിൽ ട്രേഡ് ഡെവലപ്മെന്റിന് വലിയ വലിയ സ്കോപ്പാണുള്ളത്. പക്ഷെ ആ ട്രേഡ് ആ നിലയിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നതിന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ സാധ്യതകൾ മുഴുവൻ എടുക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഞാൻ പറയട്ടെ. കഴിഞ്ഞ ബഡ്ജറ്റുകളിലൊക്കെ ഉദ്ദേശിച്ചിരുന്ന ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യവും ദൗത്യവും നമുക്ക് ട്രേഡ് ഡെവലപ്മെന്റ്, അതിനുവേണ്ടി ഉള്ള ഒരു സൗഹൃദമായ ഒരു നയമാണ് ഗവൺമെന്റ് സ്വീകരിക്കുകയുണ്ടായത്. പ്രത്യേകിച്ച് സ്വയം സംരംഭങ്ങൾ. നമുക്കിവിടെ ഒരു വേജ് ഏർണിംഗ് സൊസൈറ്റിയാണ്, എല്ലാവർക്കും ജോലിയാ. പക്ഷെ അതിന് പകരം ഇന്ന് ആവശ്യമായിട്ടുള്ളത് ഒരു സംരംഭക സമൂഹം അതിനെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. അത് വേണമെന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഒരു പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള ഒരു ഇച്ഛാശക്തിയും അതിനാവശ്യമായ ഉത്തേജനവും കൊടുക്കുക എന്നുള്ളതാണ്. പുതിയ സംരംഭങ്ങൾ, അത് വലിയ വലിയ വ്യവസായം എന്നർത്ഥമില്ല. നമ്മുടെ ചുറ്റുപാടും എത്രയോ സംരംഭങ്ങൾ നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ട് ഓരോരുത്തരും പുതിയ സംരംഭങ്ങളിലേക്ക് വരണം. ഒരു സംരംഭക സമൂഹമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇക്കൊല്ലത്തെ ബഡ്ജറ്റിൽ പ്രത്യേകിച്ച് പറയുകയുണ്ടായിട്ടുണ്ട്, 20 ലക്ഷം രൂപ ഒരു വ്യവസായ ട്രെയിനിങ് കിട്ടിയ ഒരു യുവാവ് അല്ലെങ്കിൽ യുവതി ഒരു പുതിയ വ്യവസായം തുടങ്ങിയാൽ 20 ലക്ഷം രൂപ വരെ പലിശയില്ല വായ്പ നൽകുന്നതാണ് എന്നൊരു വാഗ്ദാനം കഴിഞ്ഞ ബഡ്ജറ്റിലൂടെ ഞാൻ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് വലിയ സന്തോഷമുണ്ട്. 1000-ൽ പരം ആളുകൾ പുതിയ എന്റർപ്രണേഴ്സ് രംഗത്ത് വരികയും അതിന്റെ പ്രയോജനമെടുക്കുകയും ചെയ്തു. 20 ലക്ഷം രൂപ വരെ പലിശയില്ലാത്ത വായ്പ. അത് മാത്രമല്ല, ഗവൺമെന്റ് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ, മൂലധന പങ്കാളിത്തവും കൂടി ഗവൺമെന്റ് അങ്ങനെയുള്ള സംരംഭങ്ങളിൽ വഹിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സംരംഭങ്ങളിൽ ഗവൺമെന്റ് ചില സംരംഭങ്ങളിൽ മൂലധന പങ്കാളിത്തം വഹിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള സന്തോഷത്തോടെ ഞാൻ പറയട്ടെ. ആ നിലയ്ക്ക് വാസ്തവത്തില് നമുക്ക് ഇവിടെ ആവശ്യമായിട്ടുള്ളത് അങ്ങനെയുള്ള സംരംഭങ്ങളാണ്. അതിനുപരി ഇപ്പൊ ഗവൺമെന്റ് മെഗാ പ്രോജക്ട്സ്, എത്രയോ വലിയ മെഗാ പ്രോജക്ട്സ് ആണ് ഗവൺമെന്റ് എടുക്കുന്നത്. ഇപ്പൊ വിഴിഞ്ഞം തുറമുഖം, മോണോ റെയില്, അതുപോലെ തന്നെ മെട്രോ, എറണാകുളം മെട്രോ, കണ്ണൂരാണെങ്കിൽ വിമാനത്താവളം. അപ്പൊ ഈ നിലയിലേക്ക് മെഗാ പ്രോജക്ട്സ്, ആ മെഗാ പ്രോജക്ട്സിന് ആവശ്യമായ ഫണ്ടിങ് കൂടി കേരള ഗവൺമെന്റ് നടത്തുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. അത് വലിയ ഒരു വാസ്തവത്തിൽ പറഞ്ഞാൽ വലിയൊരു സാഹസികമായ ഒരു കാര്യമാണ്. ആ മെഗാ പ്രോജക്ട്സ് ഒക്കെ ഈ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഏറ്റെടുത്തു. അത് പല ഘട്ടങ്ങളിൽ അത് നിൽക്കുകയാണ്, നിർമ്മാണത്തിന്റെ പല ഘട്ടങ്ങളിൽ നിൽക്കുകയാണ്. നമുക്ക് ഇതുപോലെ തന്നെ ഒരു പരാതി പരിഹാര സെൽ ഗവൺമെന്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ രംഗങ്ങളിൽ എവിടെയെങ്കിലും ആർക്കെങ്കിലും പരാതികളുണ്ടെങ്കിൽ പരാതികൾ കേട്ട് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പരാതി പരിഹാര സെല്ലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ചെക്ക് പോസ്റ്റിൽ തന്നെ കുറെയൊക്കെ പരാതികളുണ്ട്. ചെക്ക് പോസ്റ്റുകൾ എപ്പോഴും പരാതികൾ വരാം. എങ്കിലും ചെക്ക് പോസ്റ്റുകൾ മോഡേണൈസ് ചെയ്യുന്ന കാര്യത്തിൽ, അതുപോലെ തന്നെ ഈ പേയ്മെന്റ് വാണിജ്യ വികസനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ പേയ്മെന്റ്, ഈ ഡിക്ലറേഷൻ, അതൊക്കെ ഈ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ യാഥാർത്ഥ്യമായി. ഈ ഡിക്ലറേഷനുള്ള ഒരു ഘട്ടം വന്നിരിക്കുകയാണ്. അത് ഗവൺമെന്റ് ഉടനെ തന്നെ അതിനാവശ്യമായ ക്രമീകരണങ്ങൾ മുഴുവൻ പൂർത്തിയാക്കുന്നതാണ്. അപ്പൊ ഈ ഡിക്ലറേഷനും ഈ പേയ്മെന്റും ഒക്കെ കാലഘട്ടത്തിന്റെ ടെക്നോളജിയുടെ വികാസത്തിന്റെ പശ്ചാത്തലത്തിൽ അതിനനുസരണമായി ഗവൺമെന്റിന്റെയും ഈ ഗവേണൻസിന്റെ രംഗത്തും സേവന രംഗത്തും എല്ലാം മാറ്റങ്ങൾ വരുത്തുന്നതിനുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിച്ചു വരുന്നത് നമുക്ക് വളരെ ശുഭോദർക്കമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ വളരെ ദീർഘമായി സംസാരിക്കുന്നില്ല സ്നേഹിതര്. ഇവിടെ ലോഞ്ചിങ് പ്രധാനമായിട്ടുള്ള വലിയൊരു ഉൽപ്പന്നം, ഇവിടെ പറഞ്ഞ ലൂബ്രിക്കന്റ്, ഒരു നല്ല ഉൽപ്പന്നം ഇവിടെ നമ്മൾ ലോഞ്ച് ചെയ്യുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയോടുകൂടി ഇത് വലിയൊരു വിജയകരമായി തീരട്ടെ. ഇത് വലിയ ഒരു പ്രചാരം ഇതിന് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അഭിസംബോധന ചെയ്യുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു വെരി മച്ച്, കെ എം സർ.
Good evening, ladies and gentlemen. The Honorable Chief Guest, Finance Minister of Kerala, and other dignitaries on the days and off the days, my dear brothers and sisters. It is an immense pleasure for me to be here on this auspicious occasion of launching of ADNOC Lubricants. As we already are aware that it is a very renowned, popular company and which doesn't have any introduction to Kerala. And it has come to a very good team that has proved their ability to establish the business. And I pray to Almighty God that the business be prosper and success. Assalamu alaikum. ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കെ എം മാണി സർ അവர்களെ, ബഹുമാന്യനായ മുന്നവറിലെ ശിഹാബ്ദങ്ങൾ അവர்களെ, ഈ മഹനീയ സന്ദർഭത്തിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരും പ്രിയപ്പെട്ടവരുമായ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, വളരെ ഗംഭീരമായ രീതിയിൽ തന്നെ ഈ ADNOC പ്രൊഡക്ട്സിൻ്റെ വിതരണ ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പുതിയ ഒരു ഭരണം കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ലോകം മുഴുവൻ ഭാരതത്തിലേക്ക് വളരെ താല്പര്യപൂർവ്വം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. വ്യവസായം, വാണിജ്യം, കൃഷി, വ്യാപാരം, വിതരണം തുടങ്ങിയ സമസ്ത മേഖലകൾക്കും വളരെ വലിയ ഊർജം പകരുന്ന, അങ്ങേയറ്റം സഹായകരവും സൗഹൃദപൂർണവുമായ ഒരു നയം ആവിഷ്കരിച്ചതിൻ്റെ ഫലമായി നമ്മുടെ ഭാരതത്തിൽ മുതൽ മുടക്കുന്നതിനും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും നൂറുകണക്കിന് കമ്പനികളും വ്യക്തികളും ഇപ്പോൾ ഭാരതത്തിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ADNOC എന്ന ഈ കമ്പനി, അതിൻ്റെ ഉൽപ്പന്നങ്ങൾ, അത് നമ്മുടെ ഭാരതത്തിൽ വളരെ വലിയ വിപണന സാധ്യത, അതിൻ്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ വളരെ ഹൈ ക്വാളിറ്റിയുള്ള ഉൽപ്പന്നം എന്ന നിലയിൽ അതിനുള്ള വിപണന സാധ്യത വളരെ വലിയ തോതിലുണ്ട് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനെക്കുറിച്ച് അതിൻ്റെ സംഘാടകരായിട്ടുള്ള ശ്രീമാൻ ഹരി ഇവിടെ വളരെ വിശദമായിട്ടുള്ള ഒരു പ്രസംഗം തന്നെ നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഈ സംരംഭത്തിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയങ്കരനായ ശ്രീ ഷിഹാബ്, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ, ഈ കമ്പനിയുടെ ഉദ്യോഗസ്ഥന്മാർ, അതിൻ്റെ ഔട്ട്ലെറ്റ് ഏജൻസി ഏറ്റെടുത്തിട്ടുള്ള നമ്മുടെ രാജ്യത്തിലെ വിവിധ സംസ്ഥാനങ്ങളിൽ വന്നിട്ടുള്ള സുഹൃത്തുക്കൾ, ഈ സംരംഭത്തിന് എല്ലാ വിധത്തിലുള്ള വിജയവും നാൾക്കുനാൾ ഉണ്ടാകട്ടെ. അതുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം വളരെയധികം മാർക്കറ്റിംഗ് ടെക്നോളജി, വിപണന തന്ത്രം വളരെ വലിയ നിലയിൽ തന്നെ വശത്താക്കിയിട്ടുള്ള ആളുകളാണ് ഈ സംരംഭത്തിൻ്റെ മുൻനിരയിലും പിൻനിരയിലും നിന്ന് പ്രവർത്തിക്കുന്നത് എന്നുള്ള സത്യം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഈ സംരംഭത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള വിജയവും നിങ്ങൾക്കുമേൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങൾക്കെല്ലാവർക്കും മംഗളങ്ങൾ നേർന്നുകൊണ്ട്, നിങ്ങൾക്കെല്ലാവർക്കും ഈ സന്ദർഭത്തിൽ ക്രിസ്തുമസ് ആശംസകളും പുതുവത്സര ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അടുത്തായി ആശംസ രേഖപ്പെടുത്തുന്നതിന് വേണ്ടി may I invite Mrs. Krishna Arjun, Verdict India publisher, on stage. Let's welcome Mrs. Krishna Arjun on stage for presentation. माननीय श्री के एम मानी सर, श्री पद्मनाभन सर और शिहाब तंगल जी, ഇതിൻ്റെ സംഘാടകരും ഭാരവാഹികളും ആയിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം. എൻ്റെ കൊച്ചനിയനായ ഷിഹാബ് ഇന്ത്യയിലെ ഒന്നാമത്തെ ലൂബ്രിക്കൻ ബിസിനസ്സുകാരനാവാൻ ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ധാരാളം തൊഴിലില്ലായ്മകൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ ഇതുപോലൊരു സംരംഭം കൊണ്ടുവന്ന് ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ ആദ്യം ഇത് ലോഞ്ച് ചെയ്തതിന് ശ്രീ ഷിഹാബിന് എൻ്റെ എല്ലാവിധ വിജയാശംസകളും. അതുപോലെ തന്നെ ഇത് അബുദാബിയിൽ നിന്നും ADNOC കമ്പനി ഇന്ത്യയിൽ കൊണ്ടുവന്ന ശ്രീ ജിതേന്ദ്രജി, അദ്ദേഹം സ്പെഷ്യലി ഇതിന്റെ ക്രെഡിറ്റ് മുഴുവനും അദ്ദേഹത്തിനാണ്. അതിനുശേഷം കേരളത്തിൽ കൊണ്ടുവന്ന
ഷിഗാവിന് ധാരാളം ആൾക്കാർക്ക് ജോലി സൗകര്യങ്ങൾ കൊടുക്കാനും തൊഴിലില്ലായ്മയെ ഒരു പരിധിവരെ ഇല്ലാതാക്കാനും കഴിയുമെന്നും ഈശ്വരന് ഇന്ത്യ ഒട്ടാകെ ഷിഗാവിന്റെ പേരും പെരുമയും ഈ ലൂബ്രിക്കന്റ് അഡ്വോ കമ്പനിയുടെ ബിസിനസ്സിലൂടെ ആവട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. പോയതാണ് എങ്കിലും ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയായിരുന്നു, KSU പ്രവർത്തകയായിരുന്നു, തല്ലുകൊണ്ട് ഇവിടുന്ന് പോയ ആളാണ്. ഇവിടെ നിങ്ങൾക്ക് ആർക്കും തന്നെ ഞാൻ പരിചിതമല്ല. ഒരിക്കലും ഒരു ഫംഗ്ഷന് ഞാൻ ഇടുക്കിയിൽ ഫംഗ്ഷന് വന്നതല്ലാതെ ഞാനൊരു പബ്ലിക്കേഷന്റെ ഓണറാണ്. ഇത് മാത്രമേ എനിക്ക് എന്നെ കുറിച്ച് പറയാനുള്ളൂ. കൂടുതലായിട്ട് അറിയാനുള്ള അവസരങ്ങൾ ഇനിയും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കേരളത്തില് രണ്ടാമത്തെ ഒരു ഫംഗ്ഷനാണ്. ഇനിയും വരാൻ എനിക്ക് താല്പര്യമുണ്ട്. അതുപോലെ തന്നെ എന്റെ എല്ലാവിധ ആശംസകളും ഷിഗാവിൽ നിന്നും ഉണ്ടായിരിക്കും. ഇന്ത്യ മുഴുവനും വെസ്റ്റേൺ ഇന്ത്യയിലും ഇത് കൂടുതലായി കൊണ്ടുവരണം എന്ന് ജിതേന്ദ്രജിയോടും അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ ഈ 2 വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. തീർച്ചയായും നമ്മൾ ഒരുപാട് തനി കേരളീയ കലാരൂപങ്ങൾ കണ്ടു. ഇനി അതിന്റെ ഒരു ഫ്യൂഷൻ ഫോമാണ് അടുത്തതായി നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്നത്. Ladies and gentlemen, present before you, Kerala Fusion. Let's enjoy. Thank you.
I would not take much of your time because all of us are feeling hungry and dinner is waiting for us. Ladies and gentlemen, it was indeed a pleasure to you be here with us to celebrate this launch, and this opportunity is really a unique opportunity that the people you have given us. At this point of time, I would like to thank God who has given us this opportunity. Nothing is, completed without blessings of our parents and families. The ADNOC has given us this opportunity, and we are very grateful to them, and we wish that we will take it forward, and with all of your support. I would not like to forget to thank of our VGPL colleagues, and especially Jan Viscous Engineering, who has supported us really, like anything to bring this event up. Ladies and gentlemen, you can see on this stage the cutouts. You can see this. We try to bring Abu Dhabi here, UAE. Who has given us this opportunity. You can see these are the famous buildings over there. We are really thankful to UAE who has given us this opportunity. Thank you very much. I would not like to take much of your time. Would like to invite you, please proceed for the dinner. Thank you. Thank you very much, all of you, for coming over. And on behalf of ADNOC and VDPL, advanced Happy Christmas and Happy New Year to all of you. Now may I request Hari to speak few words. This function would not have been so well managed had it not been for a fantastic MC like Ajita. Let's give her a big hand. And there's so much of effort that has gone from Disha Communications team who are sitting there. I think they did a splendid job of the audiovisual, and all these photographers who have been really working hard to make this occasion really live as much as possible. Thank you very, very much. I would like to congratulate you all for doing a fantastic job today, and to all our stockers and dealers. Thank you very much for being a part of this function. To all our dignitaries who are here with us, our parents, relatives, family, friends, colleagues, all of us. Thank you very, very much. Have a good night ahead, and please join us for dinner now. Thank you.